പൈസ എങ്ങനെയൊക്കെ കളയാമെന്ന് വിചാരിച്ചിരിക്കുന്ന കൂട്ടുകാർ നിങ്ങളുടെ ഗ്യാങ്ങിലുണ്ടോ? എന്നാൽ ആ ഗണത്തിൽപ്പെട്ട ഒരാളാണ് കേട്ടോ ഞാൻ. ഞാൻ എൻ്റെ അനിയൻ്റെ കൂടെ മുടി വെട്ടിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഞാൻ ഒരിക്കലും മുടി വെട്ടില്ല എന്നുള്ളത്. പക്ഷേ അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഡാൻഡ്രഫാണ് എൻ്റെ തലയിൽ, അപ്പം ഹെയർ സ്പാ ഒന്ന് ചെയ്താൽ കൊള്ളായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്നാൽ ശരി ഒന്ന് ചെയ്താക്കാമെന്ന് വിചാരിച്ചു. എനിക്കൊരു വീഡിയോ കണ്ടൻറ്റും ആകുമല്ലോ. പക്ഷേ എനിക്ക് ഇവിടുത്തെ കസ്റ്റമർ സർവീസ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതിനു മുമ്പ് ഞാൻ ഈ സ്റ്റെപ്പ് എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യം തന്നെ നമ്മളവിടെ നമ്മളെ കയറ്റി എടുത്തിട്ട് ഹെയർ വാഷ് അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. നേരെ അവരൊരു ക്രീം അപ്ലൈ ചെയ്യും. എന്നിട്ട് കുറച്ച് നേരം നന്നായിട്ട് മസാജ് ചെയ്യും. എന്നിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റീമർ വെച്ചിട്ട് തലയിൽ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യും. അതിനുശേഷം വീണ്ടും അവർ മസാജ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യും. അതിനുശേഷം ഇവർ ഡ്രയർ വെച്ചിട്ട് ഉണക്കും. ഇത്രയേ ഉള്ളൂ. അവരൊന്ന് ഹെയർ ഒന്ന് സെറ്റാക്കി തരത്ത് പോലുമില്ല. എനിക്ക് അതുകൊണ്ട് തന്നെ അവരുടെ കസ്റ്റമർ സർവീസ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം ഇതിൻ്റെ പ്രൈസ് കേട്ടപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ചെട്ടി. 400 രൂപ. എന്ത് ചെയ്തിട്ടാണ് ഇതിന് 400 രൂപ എന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടിയില്ല. അങ്ങനെ ഞാൻ പൈസ പിടിപ്പിച്ചിട്ട് ഞാൻ ആ ഒരു സങ്കടത്തിൽ വീട്ടിലോട്ട് പോയപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ വീഡിയോ എങ്കിലും എടുത്തേക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ ഓക്കെ, ബായ്.